പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു ഉപകരണം വരും എന്ന് അള്ളാന്റെ ഹബീബ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്നിതില്ലാതെ ജീവിക്കാൻ കഴിയോ? ഒരിക്കലും കഴിയൂല. ഇത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നടക്കൂല. പിന്നെന്താ അതിനൊരു പൂമൊഴി? അള്ളാന്റെ ഹബീബ് സ്വഹാബത്തിന് കൊടുക്കുന്ന ഉപദേശമുണ്ട്. സ്വഹാബത്തിനോട് പറയുന്നത്, സ്വഹാബ, നിങ്ങൾ ഈ അങ്ങാടിയിൽ ചെന്ന് വെറുതെ ഇരിക്കുന്ന സ്വഭാവമുണ്ടല്ലോ, ഇരിക്കുന്ന സ്വഭാവമുണ്ടല്ലോ, അതൊന്ന് മാറ്റിവെക്കണേ സ്വഹാബ. ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയേ, ഞങ്ങളുടെ ജോലിയുടെ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്നത് അങ്ങാടിയിൽ നിന്ന് കാണുമ്പോഴല്ലേ? നാളെ ഏത് സൈഡിലാ ജോലി, നാളെ എവിടുക്കാ പോണ്ടത്? ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നത് ഇത് അങ്ങാടിയിൽ നിന്നല്ലേ. അങ്ങാടിക്ക് പോകരുതെന്ന് പറഞ്ഞാല്, ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ നടക്കോ? ഞങ്ങൾ ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലാണ് നാളെ ഇവിടെ ജോലിക്ക് പോകേണ്ടത് അറിയണമെങ്കിൽ ഇപ്പൊ ഗ്രൂപ്പിൽ നോക്കണം. നാളെ സൈറ്റിൽ ജോലി ഉണ്ടോ ഇല്ലേ? കണ്ടേ നിങ്ങൾ എന്തോ ഒന്നും ഉണ്ടാത്ത എല്ലാരും അല്ലേ? മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അവൻ നബിയോട് സ്വഹാബത്ത് പറയാം, അങ്ങാടിയിലേക്ക് പോകാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല. ഞാൻ ആ ഹദീസിനെ നമ്മുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാം. സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ അങ്ങാടികളിൽ വെറുതെ ഇരുന്ന് കവലകളിൽ ചെന്ന് വെറുതെ ഇരിക്കുന്ന സ്വഭാവം ഒഴിവാക്കണം. ഇയ്യാകും വൽ ജുലൂസ ഫി തുറുഖാത്ത്, പൊതുസ്ഥലങ്ങളിൽ നിങ്ങൾ വെറുതെ ഇരിക്കരുത്. യാ റസൂലല്ലാഹ്, മാലനാ മിൻ മജാലിസനാ ബുദ്ദൻ ഫീഹാ നത്തഖിദു ഫീഹാ. ഞങ്ങൾ വെറുതെ ഇരിക്കൽ എങ്ങനെയാ നബിയെ? അങ്ങാടിയിൽ പോകാതിരിക്കൽ എങ്ങനെയാണ്? അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഫഇൻ കാന ലാ ബുദ്ദൻ ഫഅതി ത്വരീഖ ഹഖഹു. പോകാതെ കഴിയില്ല എങ്കിൽ ആ വഴിയുടെ ഹഖ്, അവകാശത്തെ നിങ്ങൾ കൊടുക്കണം. എന്ത് അവകാശമാണ്? എന്റെ പ്രിയപ്പെട്ട സദസ്യരെ, ഞാൻ പറയുകയാണ്, അതിലൊന്നാമതായി പറയുന്നത്, നിങ്ങൾക്ക് ഈ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, അങ്ങാടിയിൽ പോകാതിരിക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, അന്ന് സ്വഹാബത്തിന് കൊടുത്ത ഒരു മറുപടി എന്തെന്നറിയുമോ? നിങ്ങൾ വഴിയോട് ചെയ്യേണ്ട കടമയിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കാഴ്ചയെ നിയന്ത്രിക്കണേ സ്വഹാബ. നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂലേ? എങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണം. പഴയ കാലം പോലെയല്ല, കൂട്ടുകുടുംബത്തിന്റെ സിസ്റ്റമില്ല. വീടിന്റെ സിറ്റൗട്ടിലെ വീടിന്റെ പ്രധാനപ്പെട്ട ഹാളിൽ ഒരു TV ഉണ്ടാകും. ആ കാലമെല്ലാം കടന്നുപോയി. ഓരോരുത്തരുടെ കയ്യിലും 1ഉം 2ഉം മൊബൈലുള്ള കാലമാ. നിങ്ങൾക്കിതില്ലാതെ പറ്റുകയില്ല എങ്കിൽ അള്ളാഹു മനുഷ്യന് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായ ശരീരത്തിലെ കണ്ണെന്ന് പറയുന്ന അനുഗ്രഹമുണ്ടല്ലോ, അത് നിങ്ങൾ സൂക്ഷിക്കണേ സഹോദരാ.